Hello everyone, welcome back to Raj Talks. അസ്സി ഡയറക്ടർ റൈറ്റർ അനുഭവ് സിൻഹ. അനുഭവ് സിൻഹയുടെ പഴയകാല സിനിമകൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15, thppad, മുൽക്ക്, ഈ സിനിമകളൊക്കെ മതി. അല്ലെങ്കിൽ ഈ സിനിമയിൽ പുള്ളിയുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഫേക്ക് ചെയ്ത് പറയുന്നതും പറയാൻ വേണ്ടി പറയുന്നതും അല്ലെങ്കിൽ ഈ ടോപ്പിക്കൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ച ഒരാൾ എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ഞാൻ ഇതുവരെ പറഞ്ഞൊപ്പിച്ചത് ഒരു വീഡിയോയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിനിമയെക്കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയുമ്പോൾ ഒരു ബേസിക് എത്തിക്സ് ഒരു ഡയറക്ടറിനെ കുറിച്ച് പറയുക, അയാളുടെ വർക്കുകളെ കുറിച്ച് പറയുക എന്നുള്ളതേ ഉള്ളൂ. പുള്ളിയുടെ ഇതൊരു സിനിമയായി കാണാൻ സീരിയസ്ലി എനിക്ക് പറ്റിയില്ല. എൻ്റെ ആസ്വാദനമോ എൻ്റെ അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. 2 മണിക്കൂർ 13 മിനിറ്റോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ ദൈർഘ്യം. ഇൻ്റർവെൽ പോലും ഇല്ലാതെ ബാങ് ഓൺ സ്ട്രെയിറ്റ് അങ്ങനെ ഡെലിവറി ചെയ്തൊരു പടം. ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ എസൻസ് എവിടെയെങ്കിലും ചോർന്ന് പോയേക്കാം. അപ്പോൾ അത്രയും ഒരു മെൻ്റൽ ടോർച്ചറിലൂടെ ഇപ്പോൾ ആൺ പെൺ എന്നൊക്കെ നമ്മൾ വ്യത്യാസം പറയുമ്പോൾ അനുഭവിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. റേപ്പ് വിക്ടിംസ് ആണ്. അസ്സി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം 80 എന്ന് പറയുന്ന സംഖ്യയാണ്. ഒരു ദിവസം 80ഓളം റേപ്പ് നടക്കുന്നു. എല്ലാ 20 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു റേപ്പ് നടക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഇതിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷം നമുക്ക് വിഷമം തോന്നും. നമുക്കും അമ്മയും പെങ്ങളും അല്ലെങ്കിൽ കുട്ടികളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് നേരം നമ്മുടെ ഒരു പ്രമുഖ നടിക്ക് അനുഭവിക്കേണ്ടി വന്നത് പോലും കുറച്ച് നേരത്തേക്ക് നമ്മൾ ഓർത്തിട്ട് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് പോകും. ഒരു പക്ഷേ ഇവരൊക്കെ അനുഭവിച്ചത് എന്താണെന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് ശരിക്കും നല്ല രീതിയിൽ കാട്ടിത്തരാൻ പറ്റിയൊരു ചിത്രം. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആയിപ്പോയി. അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം ഇമോഷണലി കണക്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സിനിമ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചില സമയത്തൊക്കെ നമ്മൾ ഈ പറയില്ല, ദുരന്തറിൽ ഇങ്ങനെ അടിച്ച് ആ കട്ടയൊക്കെ കൊണ്ട് ഒരാളെ കൊല്ലുന്നതും ആ കൊക്കി ഇങ്ങനെ വലിക്കുന്നതും ഒക്കെ ആയിരുന്നു ശരീരത്ത് ഒരുമാതിരി ഒരു വല്ലാത്ത ഫീൽ തരുന്നതെങ്കിൽ ഇത് കണ്ടിരിക്കുമ്പം അതൊന്നുമല്ല, അതിന് മേലെയാണ്. ശരിക്കും ചില സീൻസ് ഒന്നും പറ്റില്ല, കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. റിയൽ ലൈഫിലെ ഒരു ഇൻസിഡന്റ് പോലെ അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ആൾക്കാരുടെ ഫേസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് അങ്ങനെ എടുക്കുക, ആ മൂവ്മെന്റ്സ് അങ്ങനെ എടുക്കുക. അത് പിന്നെ റിയലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ അങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത്. ചില സമയത്ത് അവിടെ ഇവിടെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ബേസിക്കലി ഇതൊരു സിനിമ അല്ല, അല്ലെങ്കിൽ ഇതൊരു സിനിമയാണെന്നുള്ളൊരു വിചാരം എനിക്ക് കിട്ടിയത്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു റിവ്യൂ ഒന്നും അല്ല. എനിക്ക് ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആ ഒരു ഫീല് പിടികിട്ടിയത്. നമ്മൾ ഇത്രയും കാലം, എനിക്ക് 42 വയസ്സായി, പക്ഷേ ഈ വർഷക്കാലം അത്രയും ഇതുപോലത്തെ ന്യൂസുകളും റേപ്പും അതും ഇതും എല്ലാം നമ്മൾ കേൾക്കുമ്പോഴും ഒരു മെയിൽ ഷോവനിസ്റ്റ് കാറ്റഗറിയിലൊക്കെ വരുന്ന നമ്മുടെ സ്വഭാവത്തിൻ്റെയും ഇതിലേക്ക് നമ്മൾ ഓക്കെ, കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ നടക്കരുത്, നമ്മളൊന്നും ഇത് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഇത്രയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നല്ലവനാണ്, അല്ലെങ്കിൽ നമ്മൾ ആണാണെങ്കിലും നമ്മൾ ആ കാറ്റഗറിയിൽ എന്തോ കൂടിയ സാധനമാണെന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. പക്ഷെ നമുക്കൊക്കെ തോന്നിപ്പോകും ഈ സിനിമ കണ്ടിരിക്കുന്ന മൊമെന്റിൽ. എനിക്ക് എവറിത്തിങ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മളും കാരണം ആണ്. നമ്മുടെ ഒരു സൈലന്റിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരാളെ അടിച്ചമർത്തുന്നതിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അഹങ്കരിക്കുന്നതിലും ഒക്കെ വി ആർ ഈക്വലി കോൺട്രിബ്യൂട്ടിങ് എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് വന്ന ഒരു സിനിമ. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എത്ര നേരം വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഒരു ക്രാഫ്റ്റ് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അനുഭവ് സിൻഹയുടെ സിനിമകളിലൊക്കെ ഭയങ്കര പ്രീച്ചി ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് അതുപോലത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ ലെറ്റ് ഇറ്റ് ബി, ഇതങ്ങനെ ഇരിക്കട്ടെ, ഈ നാടകീയത ഈ സിനിമയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, സോ ദാറ്റ് അറ്റ് സം പോയിന്റ് ഇത് ആരെങ്കിലും കാണുമ്പോൾ അതൊരു വെളിച്ചം വീശിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ കാര്യമാണ്. സോ ഈ പടം ചിലപ്പോൾ ഒരു വലിയ ഹിറ്റൊന്നും ആവില്ല. ചിലപ്പോൾ ഇതിനൊരു തപസി പന്നുപോയ അടുത്തൊരു ടി വിയിൽ അഭിമുഖവും കൊടുത്തപ്പോൾ നരേന്ദ്രമോദിയെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഒരുപാട് ബാക്ക്ലാഷ് നേരിടേണ്ടി വന്നേക്കാം. ബോയ്ക്കോട്ട്സ് എല്ലാം വന്നേക്കാം. ചിലപ്പോൾ ഈ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെടില്ലായിരിക്കാം, എനിക്കറിയില്ല. ബട്ട് ഇത് എവിടെ വന്നാലും, ഇപ്പോൾ തിയേറ്ററിലും ചിലപ്പോൾ ഹിറ്റ് ആയേക്കാം, അല്ലെങ്കിൽ OTTയിൽ വന്നാലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പടം തന്നെയാണ്. ശ്രദ്ധിക്കണം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസസ്, കനി കുസൃതിയൊക്കെ റേപ്പ് വിക്ടിം ആയിട്ട് വരുന്നത് കനി കുസൃതിയാണ്. കനി കുസൃതിയുടെ ഹസ്ബൻഡായിട്ട് മുഹമ്മദ് ഷിനാൻ, പിന്നെ കുമുദ് മിശ്ര, മനോജ് പാവ, ഒരുപാട് ആക്ടേഴ്സ്, എല്ലാവരെയും സീമ പാവ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്. അവർ ഒരു സീനിലേ വരുന്നുള്ളൂ, ഒരു പ്രിൻസിപ്പളായിട്ട്. അവർ കൊടുക്കുന്ന ഒരു ഒരു അവരുടെ സീൻ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അവരൊക്കെ വന്നത്
എന്താ പെർഫോമൻസ് എന്നറിയോ? തപസി പന്നു ആണ് ഈ ഫിലിമിനെ ഹോൾഡ് ചെയ്യുന്നത്. തപസി പന്നുവിൻ്റെ സീൻസിലൂടെ അഡ്വക്കേറ്റായിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ ട്രെയിലർ കാണുന്നവർക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് മനസ്സിലാവും. ഒരു റേപ്പ് വിക്ടിം അതിന് വേണ്ടിയിട്ട് കോർട്ടിൽ 2 പാർട്ടീസ് ചേർന്ന് നിന്ന്, അതായത് വാദിഭാഗവും പ്രതിഭാഗവും വാദിക്കുന്നു. ആ സംഭവങ്ങളും കോർട്ട് ഡ്രാമ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇന്നാൾ കണ്ടതുവരെയുള്ള ഒരു റിയലിസ്റ്റിക് കോർട്ട് ഡ്രാമ നമ്മൾ മറന്നുപോകും. ഞാൻ മറന്നുപോയി, ബേസിക്കലി ഞാൻ മറന്നുപോയി ഒരു പോയിന്റിൽ ഇതൊരു സിനിമയാണ് എന്നുള്ള രീതിയിൽ മറന്നുപോയി. അപ്പം ഒരു പക്ഷേ ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് കുട്ടികളാണ്. അതായത് കുട്ടികൾ ഈ ജനറേഷൻ പോയി, അല്ലെങ്കിൽ ഇത്രയുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നിസ്സാരമല്ല. ബേസിക്കലി ഒരു നിസ്സാര കാര്യമല്ല ഒരു റേപ്പ് എന്ന് പറയുന്നതും. അതിലൂടെ ആ പെയിനൊക്കെ കടന്നു പോകുന്നതൊക്കെ അത്രയും ഇതായിട്ട് ഇവർക്ക് ഇതിനകത്ത് എന്താ പറയുക, സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഒരു സീനിൽ കനി കുസൃതി ഇങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്, അവർക്കൊരു സഫക്കേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് കിട്ടും. നമ്മുടെ എൻ്റെ നെഞ്ചടക്കിയത് ഈ നമുക്കെന്ന് ഞാൻ എന്തോ ഒരു ഇൻക്ലൂസീവായിട്ട് പറയുന്ന പോലെ ഈ വർക്കിൻ്റെ സമയത്ത് റിപ്പോർട്ടിങ് എഴുതിയുള്ള ശീലമാണ് വി എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ സിനിമ റിവ്യൂ പറയുന്നതിലോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിലോ നമുക്ക് എന്ന് വന്നു പോകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു നെഞ്ചടപ്പുണ്ടായിരുന്നു. സോ എനിക്കിതൊരു ബേസിക്കലി ഒരു റിവ്യൂ അല്ല. മൈ ഗുഡ്നസ്, ഇതൊരു വല്ലാത്ത ഇതാണ്. ഞാൻ അടുത്ത സിനിമ ബേസിക്കലി വേറെ ഏതെങ്കിലും ഒരു നോർമൽ സിനിമ കാണണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തലയിൽ നിൽക്കും, ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ്. രേവതി സദാസമയം ജഡ്ജാണ്. ഫുൾ ഇരുന്നിട്ടുള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരിത് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി ഇതിന് കൊടുക്കുന്ന നുവാൻസസ് ഉണ്ട്. ഒരു രേവതിയും തപസി പന്നും തമ്മിൽ ഐ ടു ഐ കോണ്ടാക്റ്റിൽ ഒരു എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു റിപ്പോർട്ട് വായിച്ചിട്ടൊക്കെ ഹാറ്റ്സ് ഓഫ്. ഈ നടിമാരാണ്, ഈ 3 പേര്, രേവതി, തപസി പന്നു, കനി കുസൃതിയുടെ കരിയറിലെ ദി ബെസ്റ്റ് പെർഫോമൻസ്. മലയാളിയായിട്ട് തന്നെയാണ് പുള്ളിക്കാരി. അപ്പോൾ ഇതിനകത്തെടുത്ത് ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കുകളില്ല. ഒരു റേപ്പ് വരുമ്പോൾ അതിന് ഒരു വിജിലാൻറ്റേസം വരുന്നതും, എന്താ പറയുക, കൊലയാണ് എല്ലാത്തിനും പകരം വെക്കേണ്ടത്, ഇവരെയൊക്കെ കൊന്നു തള്ളണം, പേപ്പട്ടിക്ക് വിഷം വന്നാൽ പേ വന്നു കഴിഞ്ഞാൽ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ തന്നെ ഇത്തരം ആൾക്കാരെ കൊല്ലണം എന്ന് പറയുന്നിടത്ത് അങ്ങനൊരു ജസ്റ്റിസ് വേണോ? അത് കോർട്ടിലോട്ട് തന്നെ കൊണ്ടുവരണോ? അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ ഇത്രയും കേസ് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? അങ്ങനെ പാരൻറ്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ വരെ കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യാം, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ റിയലൈസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അസാധ്യം. ഒരു വല്ലാത്ത മൂവി. ഒരു കണ്ടിരിക്കേണ്ട സിനിമ എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പക്ഷേ എനിക്ക് പൊതുവേ സിനിമകൾ മസ്റ്റ് വാച്ച്, ഗോ ടു തിയേറ്റേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു ഇൻഹിബിഷനുണ്ട്. അതും ആയിരിക്കാം. സിനിമ നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് ഈ സിനിമയെ പറ്റി പറയണമെന്നുണ്ട്. പക്ഷേ ആ പറയുന്നതിനേക്കാൾ ഉപരി ഇത് കണ്ട് അനുഭവിച്ച് ഒരു ഫീൽ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണെന്നാണ്, ഒരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയെ പറ്റി പൊതുവേ നല്ല രീതിയിൽ, ഐ മീൻ എന്താ പറയുക, കനി കുസൃതിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പൊതുവെ അറിയാം. അവരുടെ എന്ത് പോസ്റ്റ് വന്നാലും അതിൻ്റെ താഴെ പോയി തെറി വിളിച്ചാൽ മാത്രമേ സമാധാനം കിട്ടുന്നുള്ളൂ അറിയാം. പക്ഷെ അവർ ഇതിനകത്ത് ചെയ്ത ക്യാരക്ടറും അവരുടെ ആ കാലിബറും അവർ ഇതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കനി കുസൃതിയുടെ എനിക്ക് തോന്നുന്നു, അറിയില്ലായിരുന്നു, കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തോന്നുന്നു. അന്തം വിട്ടുപോയി. ഒരു സ്റ്റേജിലൊക്കെ അവരിങ്ങനെ എന്താ പറയുക, എനിക്കിത് വേണം, ഇനി ഞാൻ മരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നൊക്കെയുള്ള ഒരു ചില ക്ലീഷേ ഡയലോഗോ അതൊക്കെ ഇങ്ങനെ കോർട്ടിൽ അവതരിപ്പിക്കുന്നതൊക്കെ വല്ലാത്തൊരു രീതിയിൽ അവരത് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ആകെ മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റും നമ്മുടെ ഇപ്പോൾ ഒരു പേരെടുത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പ്രമുഖ നടിക്ക് ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു പക്ഷേ അവർ ഗോ ത്രൂ ചെയ്തതും, ഒരു പക്ഷേ അല്ല, അങ്ങനെയൊക്കെ ഉള്ളതും ഇത് ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നിപ്പോയി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സ് ഭയങ്കരമായിട്ട് ഓടിപ്പോയൊരു അവസ്ഥ. അതാണ് എനിക്ക് ഈ സിനിമ ഗൈസ്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് അസി. സോ ഇത്തരം സിറ്റുവേഷനുകൾ ഇനി വരാതിരിക്കട്ടെ. അതിനാൽ നമ്മളാൽ കഴിയുന്നത് നല്ല പാരൻറ്റിങ് എങ്കിൽ അതെ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം തുടങ്ങാൻ പറ്റട്ടെ. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വരുന്ന രീതിയിലൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. ഐ ലവ്ഡ് ഇറ്റ്.